മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ നടക്കുകയാണ് കണ്ണൂരിൽ. വൻ ജന പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് റോഡ് ഷോ. ഇത്തരം ധർമ്മടത്താണ് റോഡ് ഷോ നടക്കുന്നത്. ഇത്തരം പരിപാടികളൊക്കെ ഇന്നത്തോടുകൂടി ഏകദേശം അവസാനിക്കും. നാളെ വൈകുന്നേരമാണ് കുട്ടിക്കലാശത്തിലുള്ള ഒരുക്കങ്ങളായിരിക്കും എല്ലാ മുന്നണികളും. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രവർത്തകരെയും ജനങ്ങളെയും അഭിവാദ്യം ചെയ്ത് റോഡ് ഷോയിൽ മുന്നോട്ട് പോവുകയാണ്. ക്യാപ്റ്റൻ എന്നെഴുതിയ വാഹനത്തിലാണ്, ക്യാപ്റ്റൻ എന്ന പേരുള്ള വാഹനത്തിൽ തന്നെയാണ്, അതിനുവേണ്ടി എഴുതിയതായിരിക്കും എങ്കിലും അതിലാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. സി കെ വിജയനുണ്ട് വിവരങ്ങളുമായി. സി കെ, ഇവിടം മുതൽ എവിടം വരെയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര? നാളെയും മുഖ്യമന്ത്രിക്ക് എവിടെയെങ്കിലും പ്രധാനപ്പെട്ട പരിപാടികളുണ്ടോ, അതോ ഇന്നത്തോടുകൂടി ഈ തിരക്കേറിയ പ്രചാരണം അവസാനിക്കുമോ? അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റോഡ് ഷോ പെരളശ്ശേരിയിൽ, അതായത് ധർമ്മടം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ ശക്തി കേന്ദ്രം AKGയുടെ ജന്മസ്ഥലം കൂടിയായ ഈ പെരളശ്ശേരിയിൽ ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. ഈ റോഡ് ഷോ ഇന്ന് വൈകിട്ട് 6:30 പിണറായി നഗരത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 4-5 കേന്ദ്രങ്ങളിലായി അദ്ദേഹം ഈ യാത്രയ്ക്കിടെ ഈ തുറന്ന വാഹനത്തിൽ ഇതുപോലെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തും. സാധാരണ രീതിയിൽ പതിവില്ലാത്ത അത്രയും വലിയ ആൾക്കൂട്ടം റോഡരികിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന്റെ വാഹനം ക്യാപ്റ്റൻ എന്നെഴുതിയ, നേരത്തെ ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്നെഴുതിയ വാഹനം, ആ വാഹനത്തിന് തൊട്ടു പിന്നാലെ മറ്റ് ഓട്ടോറിക്ഷകളിലും ബൈക്കിലും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലുമൊക്കെയായി അദ്ദേഹത്തെ അനുഗമിക്കുന്ന 100 കണക്കിന് CPM-ന്റെ പ്രവർത്തകർ. ആ രീതിയിലാണ് ഇപ്പോൾ ഈ റോഡ് ഷോ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ പെരളശ്ശേരിയിൽ നിന്ന് തുടങ്ങി വൈകിട്ട് 6:30 പിണറായി നഗരത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു 3-ാം വട്ടത്തേക്ക് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുടെയും സൂചനകൾ നമ്മൾ സംഘടനാപരമായി രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വേണ്ടി കഴിയും. CPM-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര നടത്തുന്നത്. ഈ റോഡരികിലും അതോടൊപ്പം തന്നെ കടകളിലും വെയിറ്റിംഗ് ഷെൽട്ടറിലും എല്ലാം തന്നെ ആൾക്കാർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയും മറ്റും കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. ക്യാപ്റ്റൻ എന്ന വാഹനത്തിൽ, അതായത് 3-ാം വട്ടവും കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അധികാരത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗം കൂടിയായി നമുക്ക് ഈ പ്രചരണത്തെ കാണാൻ വേണ്ടി കഴിയും. കാരണം ഇത്രയും ഈ വെയിലും ഈ പ്രശ്നങ്ങളും എല്ലാം തന്നെ അവഗണിച്ച് മുഖ്യമന്ത്രി ഈ തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് 4 സെഷനുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഈ പെരളശ്ശേരി കൂത്തുപറമ്പ് റോഡിൽ 3-ാം പാലം എന്ന് പറയുന്ന സ്ഥലത്ത് സമാപിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പിന്നീട് ഈ ചെറക്കുനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. പിന്നീട് അവിടെ നിന്ന് മുഴപ്പിലങ്ങാടിലേക്കായിരിക്കും ഉണ്ടാവുക. ആ രീതിയിലാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രചരണം എല്ലാ ഭാഗത്തും അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. ഈ കടകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിസരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയും ആൾക്കാരും എല്ലാം തന്നെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ കേരളത്തിലെ 3ാമത് മുഖ്യമന്ത്രി ആവാനുള്ള അദ്ദേഹത്തിന്റെ തയ്യാറെടുപ്പിന്റെ എല്ലാ സംഘടനാപരമായ സൂചനകളും നമുക്ക് ഇതിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ സുസജ്ജമായ രീതിയിലാണ് ഇപ്പോൾ ഈ റോഡ് ഷോ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പ്രചരണത്തിന് വേണ്ടി ഈ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വന്നു. പിന്നീട് അദ്ദേഹം കേരളത്തിൽ പല സ്ഥലങ്ങളിലേക്കായി പ്രചരണത്തിന് പോവുകയും പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് പ്രവർത്തനം കേന്ദ്രീകരിച്ചത്. ഇന്ന് രാവിലെ വാർത്താ സമ്മേളനവും അതിനുശേഷം അദ്ദേഹം മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായി കുടുംബയോഗങ്ങളിലും മറ്റും ചെറിയ യോഗങ്ങളിലും മറ്റും പങ്കെടുക്കുന്നു. അവിടെ ആൾക്കാരെ വിളിച്ചു വരുത്തി അവിടെ വോട്ടഭ്യർത്ഥന നടത്തുന്നു. അത് കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നു. നാളെയും അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും, ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും, ഇവിടെ വോട്ട് അഭ്യർത്ഥന നടത്തും. ആ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ആദ്യം തന്നെ വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കൺവെൻഷൻ ഈ മമ്പറത്ത് നടത്തി. അതിനുശേഷം അദ്ദേഹം പല സ്ഥലങ്ങളിലേക്ക് മറ്റു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടി പോയി. കണ്ണൂരിൽ വന്ന അദ്ദേഹം കണ്ണൂരിൽ അതോടൊപ്പം അഴീക്കോട് മണ്ഡലത്തിലും തളിപ്പുറം മണ്ഡലത്തിലും എന്തായാലും ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റോഡ് ഷോ നടക്കുകയാണ്. അതിനുശേഷം ഇനി നാളെയൊക്കെ കുടുംബ യോഗങ്ങളൊക്കെയാണ് അദ്ദേഹം കൂടുതലായി പങ്കെടുക്കുക എന്ന് തീരുമാനിച്ചിരിക്കുന്നത്.